മുട്ട പുഴുങ്ങിയത് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കും കേട്ടോ. പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇവിടെ അഗാരയുടെ എഗ് ബോയിലർ ആൻഡ് പൗച്ചറിലാട്ടോ ഇത് മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. അതിനാദ്യം മുട്ട പുഴുങ്ങിയെടുക്കാനുള്ള ട്രേ വരുന്നുണ്ട്, പിന്നെ ഒരു എഗ് പൗച്ചർ വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പ് വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഒരു പിന്ന് വരുന്നുണ്ട് കേട്ടോ, മുട്ട ഒന്ന് ഹോളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 500 വാട്ട് കപ്പാസിറ്റി ആട്ടോ ഇതിന് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോയിൽഡ് ആക്കാനും മീഡിയം ബോയിൽഡ് ആക്കാനും ഹാർഡ് ബോയിൽഡ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 35 മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്താൽ സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടും 55 മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മീഡിയം ബോയിൽഡ് ആയിട്ടും 85 മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഹാർഡ് ബോയിൽഡ് ആയിട്ടും നമുക്ക് കിട്ടും കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുകയും ചെയ്യും. ഈ ഒരു പവർ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എഗ് ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു പിൻ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഹോളാക്കിയിട്ട് അതൊന്ന് ഈ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 4 മുട്ട ഞാനിതുപോലെ ഹാർഡ് ബോയിൽഡ് ആയിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. 85 മില്ലി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വെന്ത് വരുമ്പോൾ ഓഫ് ആവും. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുന്ന അതേ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് മുട്ട കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എഗ് പൗച്ചറിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് 170 ml വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുട്ടയാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെജീസൊക്കെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അത് ഇതുപോലെ വെക്കാം. ആദ്യം എഗ് ട്രേ വെക്കുക, അതിന് മുകളിൽ ഈ ഒരു എഗ് പൗച്ചർ വെക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് വെന്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓഫ് ആയിക്കോളൂ കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ നമുക്ക് കിട്ടുക അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ സൈഡ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം 4 ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എഗ് പൗച്ചറിൽ ചെയ്തത് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത്, ഒരു 10 ഉണ്ടാവും. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഈ ചെറിയ സൈസ് വറ്റൽമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കാം. ഞാനൊരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉണ്ടമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് ചമ്മന്തി രീതിയിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം മുട്ടയുടെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു മല്ലിയിലയുടെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സംഭവം സെറ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.